അപ്പോൾ ഓക്കെ, പേജ് നമ്പർ 117. പേജ് നമ്പർ 117 ഒന്നാമത്തെ ചോദ്യമല്ല കേട്ടോ, ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഓക്കെ, എല്ലാവരും ചോദ്യം എഴുതി കഴിഞ്ഞു അല്ലേ? എന്താ പറയണത്? 1 angle ഓഫ് എ റോംബസ് ഈസ് 50 ഡിഗ്രി. ഒരു റോംബസ് തന്നിട്ടുണ്ട്, ഒരു സമഭുജ സാമാന്തരികം തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആംഗിൾ 50 ഡിഗ്രിയാണ്. ആൻഡ് ദ ലാർജസ്റ്റ് ഡയഗണൽ ഈസ് 5 സെൻറ്റിമീറ്റർ. അതിൻ്റെ ലാർജസ്റ്റ് ഡയഗണൽ തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. വികരണം തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? അതിൻ്റെ പരപ്പളവ് എത്രയാണ്? ആ സാമാന്തരികത്തിൻ്റെ ആ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ക്ലിയർ ആയ? ആദ്യം തന്നെ നമുക്ക് ഒരു റോംബസിനെ ഒന്നും കൂടി പരിചയപ്പെടാം. എന്താണ് ഒരു റോംബസ്? റോംബസ് എന്ന് പറഞ്ഞാൽ സമഭുജ സാമാന്തരികം. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ പ്രത്യേകതകൾ: എല്ലാ വശങ്ങളിലെ നീളങ്ങളും തുല്യമാണ്. പിന്നെ എതിർ കോണുകളുടെ അളവുകൾ തുല്യമാണ്. ഇതും തുല്യമാണ്, ഇതും തുല്യമാണ്. അതുപോലെ തന്നെ ഈ രണ്ട് കോണുകളും തുല്യമാണ്. ഇത് രണ്ടും കൂടി ഈ രണ്ട് കോണുകൾ തുല്യമാണ്, ഈക്വലാണ്. ഈ രണ്ട് കോണുകൾ ഈക്വലാണ്. ഇനി അടുത്തത്, ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഞാനിതിന് പേര് കൊടുക്കുന്നു ABCD. എന്തൊക്കെ പ്രത്യേകത പറഞ്ഞേ? AB-യും BC-യും CD-യും AD-യും തുല്യമാണ്, ആദ്യത്തെ പ്രത്യേകത. പിന്നെ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C. അതുപോലെ തന്നെ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ D. അപ്പോൾ എതിർവശങ്ങൾ തുല്യമാണ്. അതുപോലെ തന്നെ ആംഗിൾ എയും അതുപോലെ തന്നെ ആംഗിൾ സിയും ആംഗിൾ സിയും കൂടി കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക? ആംഗിൾ എയും ആംഗിൾ ബിയും കൂടി കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു റോംബസിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാവുന്നത്, അത്യാവശ്യം പറയാവുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അതിൻ്റെ ഡയഗണലുകൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഇതാണ് ഡയഗണലുകൾ, വികരണങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഓരോരുത്തരും നീളം കൂടുതലുണ്ടാവും, ഓരോരുത്തരും നീളം കുറവുണ്ടാവും. ശരി, ഇനി ഇതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി വരും കേട്ടോ. ഈ ആംഗിൾ, അതായത് വികരണങ്ങൾ പരസ്പരം ലംബമായി സമഭാവം ചെയ്യും, അതായത് പരസ്പരം പെർപെൻഡിക്കുലറായിട്ട് ബൈസെക്ട് ചെയ്യും. അപ്പോൾ അവിടെ 90 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഇതാണ് ഒരു ആരുടെ പ്രത്യേകത പറഞ്ഞത്? ഇവനാണ് ഒരു റോംബസ് അല്ലേ? അതായത് സമഭുജ സാമാന്തരികം, അവനാണ്. ഓക്കെ, ശരി. ഇനി നമ്മുടെ കണക്കിലേക്ക്. ഇവിടെ നമ്മളോട് ഒരു റോംബസ് സമഭുജ സാമാന്തരികത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു സമഭുജ സാമാന്തരികം നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, അതിൻ്റെ വശങ്ങളും നീളങ്ങളൊക്കെ തുല്യമാണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇതിന് എ എന്നും ഇതിന് ബി എന്നും ഇതിന് സി എന്നും ഇതിന് ഡി എന്നും ശരിയല്ലേ? ഓക്കെ, ഇനി പറയുന്നു അതിൻ്റെ ഇതിൽ ഒരു കോണിൻ്റെ അളവ് എത്രയാണ്? 50 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കും. ഇതിൽ ഏത് കോണിൻ്റെ അളവ് 50 വരിക? ഇത് വരും 50. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ തുറന്നിരിക്കുന്ന വായല്ലേ ഇതിൻ്റേത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് 50 വരിക. അപ്പോൾ വരാവുന്നത് ഏതാണ്? ഇതാണ് 50 ഡിഗ്രി.
എന്ന് വരാവുന്നത്. ഇത് 50 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ ഇതും എത്ര തന്നെയാണ്? 50 ഡിഗ്രി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് എത്ര? 130 ഡിഗ്രിയാണ്. ചിലപ്പോൾ പറയും ഇത് തരുന്നതിന് പകരം ഇതിൻ്റെ ഒരു കോണിൻ്റെ അളവ് 130 എന്ന് പറയും. 130 വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് 50 പരിഗണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ഇനി പറയുന്നു ഇതിലെ ലാർജസ്റ്റ് ഡയഗണൽ ഇതാണോ ബി ഡി ആണോ എ സി ആണോ ലാർജസ്റ്റ്? ഒരു സംശയവും വിചാരിക്കുന്ന എ സി ആണ് ഇതിൽ ലാർജസ്റ്റ് ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നീളമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നീളം കൂടിയ വികലനത്തിൻ്റെ നീളമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയെന്ന് പറഞ്ഞിട്ട് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നു അല്ലേ? 5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇതാണ് രണ്ടാമത്തെ വികരണം, ശരിയല്ലേ? അപ്പോൾ ഇത് O ആണെന്ന് കരുതുക. അപ്പോൾ എ സിയുടെ നീളം 5. അങ്ങനെയാണെങ്കിൽ O എത്രയാണ്? നേർപകുതിയായിട്ട് മുറിക്കും കേട്ടോ. ഇത് 2.5, ഇത് 2.5 ആണ്. ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 90 ഡിഗ്രിയാണ്. ഇനി മനസ്സിലാക്കുക, വികരണങ്ങൾ ഈ കോണുകളെ അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഇത് മൊത്തം എത്ര ഡിഗ്രി ആയിരുന്നു? മൊത്തം 50 ഡിഗ്രി ആയിരുന്നു. പക്ഷേ ഞാനത് കുറച്ചുകൂടി നന്നായിട്ട് എഴുതാം. മൊത്തം എത്ര ഡിഗ്രി ആയിരുന്നു? 50 ഡിഗ്രി ആയിരുന്നു. ഓക്കെ. അങ്ങനെ വന്നപ്പോൾ ഇത് എത്ര ഡിഗ്രി വരിക? അതിൻ്റെ പകുതി 25 ഡിഗ്രി എന്നാണ് വരിക. മൊത്തം 50 ആണെങ്കിൽ ഇത് എത്രയാണ് വരിക? അതിൻ്റെ പകുതി വരും. എത്ര ഡിഗ്രി വരിക? 25 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഇവിടെ 50 ഡിഗ്രി, മൊത്തം 50 ഡിഗ്രി ആണെങ്കിൽ ശ്രദ്ധിക്കൂ, ഇത് മൊത്തം 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അളവ് എത്രയാണ് വരിക? അതിൻ്റെ പകുതി 25 ഡിഗ്രി എന്ന് വരും. നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ലംബത്തിൻ്റെ അല്ലെങ്കിൽ ഈ സമഭുജ സാമഗ്രികത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ എന്താ പോലെ ചിന്തിക്കുക? ഏരിയ അല്ലെങ്കിൽ എന്താ പറയുക, പരപ്പളവ് കണ്ടുപിടിക്കണം. പരപ്പളവിൻ്റെ സൂത്രവാക്യം ഞാൻ പറഞ്ഞു. എന്താണ്? ലംബകത്തിൻ്റെ ഒരു സമഭുജ സാമഗ്രികത്തിൻ്റെ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 2 മാർഗങ്ങളുണ്ട്. സൈഡാണ് തരുന്നതെങ്കിൽ BH ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. അതേസമയം ഡയഗണലാണ്, വികരണമാണ് തരുന്നതെങ്കിൽ എന്താ ഫോർമുല? ബൈ ഹാർട്ട് ചെയ്തോളൂ. ഹാഫ് D1 ഇൻറ്റു D2. അപ്പോൾ അര ഇൻറ്റു D1 ഇൻറ്റു D2, അതാണ് അതിൻ്റെ ഫോർമുല. അര ഇൻറ്റു D1 ഇൻറ്റു D2. അപ്പോൾ ആരൊക്കെയാണ് നമുക്ക് വേണ്ടത്? D1 വേണം. ഒന്നാമത്തെ ഡയഗണലാണ് D1 എന്ന് പറഞ്ഞാൽ. അതായത് എ സിയുടെ ലെങ്ത്ത് നമുക്ക് വേണം. എ സിയുടെ ലെങ്ത്ത് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് 5 സെൻറ്റിമീറ്റർ. ഇനി എന്ത് വേണം? B2 വേണം. D2 എന്ന് പറഞ്ഞാൽ എന്താ? BD-യുടെ ലെങ്ത്ത് നമുക്ക് വേണം. BD-യുടെ ലെങ്ത്ത് നമ്മുടെ കയ്യിലില്ല. ആ BD-യുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെ നമുക്ക് BD-യുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റുക? നിങ്ങൾക്കറിയാം BO-യുടെ ലെങ്ത്തും DO-യുടെ ലെങ്ത്തും ഈക്വലാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെയും കണ്ടുപിടിച്ചാൽ കാര്യങ്ങൾക്ക് പരിഹാരമായി. ഏതിൻ്റെ? BO കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് DO. അപ്പോൾ നമുക്ക് BD-യുടെ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ആ ത്രികോണത്തിലേക്ക് കടന്ന് കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ എന്താണ്? ഞാൻ അതിനെ അങ്ങനെ തന്നെ പിടിക്കാൻ മുറിച്ച് വരച്ച് വയ്ക്കാം. ശ്രദ്ധിച്ചോളൂ. എന്താണ്? ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് ഒ ആണ്. ഇതെത്ര ഡിഗ്രിയാണ്? ഇത് 90 ഡിഗ്രിയാണ്. ഇതെത്രയാണ്? 2.5 സെൻറ്റിമീറ്റർ ആണ്. ഇതെത്ര ഡിഗ്രിയാണ്? 25 ഡിഗ്രിയാണ്. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏത്? BO കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. BO കണ്ടുപിടിക്കുക, PO കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ BO കണ്ടുപിടിക്കാൻ പോകുന്നു. എന്താണ് BO നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഓക്കെ. BO കണ്ടുപിടിക്കുക. ഇത് നന്നായിട്ട് നോക്കി. 90 ഡിഗ്രിക്ക് എതിരെ വരുന്നതുകൊണ്ട് ഇത് കർണമാണ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ. ഇത് തന്നിരിക്കുന്ന കോണിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ ആരാ? ഇത് എതിർവശമാണ്, അതായത് ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഇതിനനുസരിച്ച് ഇവനാരാ? സമീപവശമാണ്, അല്ലെങ്കിൽ കോട്ടെ അഡ്ജസ്റ്റൻ്റ് സൈഡാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ആരുമായിട്ട് തമ്മിലുള്ള ബന്ധം എടുക്കാൻ പോകുന്നത്? ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് എതിർവശവും സമീപവശവും തമ്മിലുള്ള ബന്ധമാണ് എടുക്കാൻ പോകുന്നത് അല്ലേ? ഇത് മട്ടത്രികോണം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 90-നെതിരെയുള്ളത് ഇതാണ്, 90-നെതിരെയുള്ളത് ഇതാണ്. അപ്പോൾ ഇതാണ് കർണം, ഹൈപ്പോട്ടന്യൂസ്. ശ്രദ്ധിച്ചോളൂ, എപ്പോഴും 90 ഡിഗ്രി ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കർണമാണെന്ന് വിചാരിക്കും, ഹൈപ്പോട്ടന്യൂസ് ആണ് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. 90 ഡിഗ്രിക്ക് എതിരെ വരുന്നവനാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി, ശരിയല്ലേ? അതായത് AOB അതാണ് 90. അപ്പോൾ ഇതാണ് കർണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ത്രികോണം എടുക്കുന്നു അല്ലേ? ഇൻ റൈറ്റ് ട്രയാങ്കിൾ, അവൻ്റെ പേര് എന്താണ്? AOB. റൈറ്റ് ട്രയാങ്കിൾ AOB, മട്ടത്രികോണം AOBയിൽ എതിർവശവും സമീപവശവും തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലേ? എതിർവശം ബൈ സമീപവശം, അതായത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ adjacent side equal to എന്താ വരിക? ടാൻ വരും അല്ലേ? ടാൻ എത്ര ഡിഗ്രിയാണ് വരിക? ടാൻ 25 ഡിഗ്രിയാണ് എതിർവശം ബൈ സമീപവശം വന്നു. ഇത്രയും എത്തിയില്ല. ഇതിൽ എതിർവശം എന്ന് പറയുമ്പോൾ എന്താ? എതിർവശം എന്ന് പറയുമ്പോൾ അത് OB ആണ്. സമീപവശം എന്ന് പറയുമ്പോൾ അത് OA ആണ്. ഈക്വൽ ടു ടാൻ 25. ശരി, ഇതിൽ OBയുടെ അളവ് എത്രയാണ്? OBയുടെ അളവ് നമ്മുടെ കയ്യിലിരിക്കുക. OAയുടെ അളവ് എത്രയാണ്? OAയുടെ അളവ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. ഈക്വൽ ടു ടാൻ 25ന്റെ വില നമുക്കിവിടെ കിട്ടുന്നു. ടാൻ 25 0.4663. അപ്പോൾ നമ്മൾ OB കണ്ടുപിടിക്കുമ്പോൾ എന്താ വേണ്ടത്? 0.4663 ഇൻറ്റു കോട്ടെ 2.5. ഇത് നമ്മൾ ഗുണിക്കല്ലേ? ഇത് നമ്മൾ ഗുണിച്ച് നമുക്ക് എന്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും? OBയുടെ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. OBയുടെ നീളം കിട്ടിയാൽ നമുക്ക് ആരുടെ നീളം കണ്ടെത്താൻ പറ്റും? BDയുടെ നീളം കണ്ടുപിടിക്കാൻ പറ്റും. OBയുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ BDയുടെ നീളം കണ്ടുപിടിക്കും. BDയുടെ നീളം എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു OBയുടെ വിലയാണ്. അത് തമ്മിൽ നമ്മൾ ഗുണിക്കുക. അപ്പോൾ നമുക്ക് BDയുടെ ലെങ്ത് കിട്ടി. BDയുടെ ലെങ്ത് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണു? പിന്നെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ എല്ലാവരും OBയുടെ ലെങ്ത് എല്ലാവരും കണ്ടുപിടിച്ച് വേഗം. ആദ്യം ചിത്രമൊക്കെ വരച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കണം. എന്നിട്ട് വേണം ചെയ്യാനായി. എല്ലാവരും എത്തിയ
ആദ്യം എല്ലാവരും റോംബസിൻ്റെ പ്രത്യേകതകൾ വലത്തേറ്റത്ത് ഞാൻ വരച്ച് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും എഴുതിയെടുത്തല്ലേ കേട്ടോ? അതെല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. അതെല്ലാവരും എഴുതിയെടുത്തോളൂ. കാരണം ഒരു റോംബസ് സമഭുജ സാമാജികത്തിൻ്റെ പ്രത്യേകതകളാണ് ഞാൻ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതെല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. അത് ഗുണിച്ച് നോക്കി അല്ലേ? 46 63 നമ്മൾ 25 കൊണ്ട് ഗുണിക്കുന്നു. ഇങ്ങനെ നമുക്ക് കിട്ടിക്കണം. എത്ര സ്ഥാനം മാറ്റാണ്? 5 സ്ഥാനം മാറ്റാണ്. 1 2 3 4 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1.165 1.165 എന്ന് പറയുമ്പോൾ 1.7 നമുക്ക് എഴുതാം. 2 സ്ഥാനം 1.17 അങ്ങനെ നമുക്ക് എഴുതി. അപ്പോൾ കിട്ടി അല്ലേ? ഒ ബിയുടെ വില കൊണ്ട് കുടിക്കണം. അപ്പോൾ 1.17 കൊണ്ട് കുടിക്കണം. അത്രയേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്ര വരിക? 7 2 14 4 ബാക്കി 1 2 3 2. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ പോകുന്നത് 2.34 സെൻറ്റിമീറ്റർ ലെങ്ത്. ആരുടെ നീളം? ബിഡിയുടെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മുടെ കൈവശം ഏരിയ കണ്ടുപിടിക്കാൻ ആവശ്യമായ 2 കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കണം, പരപ്പളവ് കണ്ടുപിടിക്കണം കേട്ടോ. അതാണ് നമ്മുടെ ചോദ്യം. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കണം. എന്താ ഫോർമുല എന്താണ്? ഹാഫ് d1 × d2 ഇൻറ്റു d1 ഇൻറ്റു d2. ഇതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? d1 വേണം. d1 എന്ന് പറഞ്ഞാൽ എന്താ? എ സി എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് d2 വേണം. d2 എന്ന് പറഞ്ഞാൽ ബിഡിയുടെ ലെങ്ത് വേണം. ബിഡിയുടെ ലെങ്ത് ആണ് ഇപ്പം നമ്മൾ കണ്ടെത്തിയ 2.34 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കണ്ടെത്തി. ബിഡിയുടെ ലെങ്ത് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അത് തന്നെ ഏരിയ കണ്ടുപിടിക്കാം. അത് ഞാൻ ബാക്കി കൊടുക്കാൻ മുകളിൽ എഴുതാൻ നിങ്ങൾ താഴെ എഴുതും കേട്ടോ. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മുകളിൽ എഴുതും. ഏരിയ ഈക്വൽ അല്ലെങ്കിൽ പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു d1 എന്ന് പറഞ്ഞാൽ എന്താ? എ സിയുടെ ലെങ്ത്, അതായത് 5 ഇൻറ്റു d2 അതായത് 2.34. ഇത് തമ്മിൽ ഗുണിക്കാതെ കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ഈ 2 ഇതിൽ 1.17 പ്രാവശ്യം വെട്ടിപ്പോകും. അതിന് 5 കൊണ്ട് ഗുണിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുക. 5നെ 2.34 കൊണ്ട് ഗുണിക്കുക. ആ കിട്ടുന്നതിനെ 2 കൊണ്ട് ഹരിച്ചാലും മതി കേട്ടോ. ഏതെങ്കിലും ഒരു മാർഗ്ഗം ഉപയോഗിക്കുക, ഗുണിച്ചിട്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 234നെ 5 കൊണ്ട് ഗുണിക്കുന്നു. 15 20 0 ബാക്കി 2 15 2 17 ബാക്കി 1 15. അതിനെ എന്തുകൊണ്ട് ഹരിക്കണം? 2 കൊണ്ട് ഹരിക്കണം. 11 70നെ 2 കൊണ്ട് ഹരിക്കാം. അല്ലെങ്കിൽ സാധാരണ കാരണം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 2 അല്ലേ? 2 11 5 5 2 10 17 17 എത്ര പ്രാവശ്യം വരിക? ഇവിടെ പോയിന്റ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 11 പോയിന്റ്. ശരി. അപ്പോൾ അടുത്ത സംഖ്യ 7 ഇറക്കിയിട്ടപ്പോൾ പോയിന്റ് 17 8 2 14 10 5 പ്രാവശ്യം 10. ഓക്കെ. അപ്പോൾ എത്ര വരിക? 5.85 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഇവിടെ നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? റോംബസിൻ്റെ ഏരിയ ആയിട്ട് കിട്ടുന്നത്. നന്നായിട്ടൊന്ന് നോക്കി ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ചെറിയൊരു കുഴപ്പം, ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. എങ്കിലും അതൊന്ന് ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നം ഉണ്ടാവില്ല.
ഓക്കെ, എല്ലാവരും എഴുതിയ? ഈ കണക്കുകളൊക്കെ പല പ്രാവശ്യം ചെയ്ത് പഠിച്ചോളൂട്ടാം. ചെയ്ത് പഠിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല. ഓർമ്മയിൽ നിൽക്കാത്തൊരു കാര്യം നമുക്ക് പരീക്ഷയ്ക്ക് വന്ന് ചെയ്യാൻ പറ്റില്ല. എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് ഇടയ്ക്കൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. എല്ലാവരും പേജ് നമ്പർ 117 രണ്ടാമത്തെ ചോദ്യം കേട്ടോ. പേജ് നമ്പർ 117 രണ്ടാമത്തെ ചോദ്യം എല്ലാവരും എഴുതുക. എന്തായി? എഴുതിയ? ചോദ്യം എഴുതിയ? അപ്പോൾ ഓക്കെ, എന്താണ് ചോദ്യത്തെ പറയുന്നത്? എ ലേഡർ ലീൻസ് എഗൻസ്റ്റ് എ വോൾ. ഒരു കോണി ഒരു ചുമരുമേ ചാരി വച്ചിരിക്കുന്നു. with its foot 2 meters away from the wall. ഈ കോണിയുടെ താഴ്ഭാഗം ചുവരിൽ നിന്ന് 2 മീറ്റർ അകലെയാണ്. and the angle with the floor, ആ തറയുമായി ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് 40 ഡിഗ്രിയാണ്. how high is the top end of the ladder from the ground? ഈ കോണിയുടെ മുകളറ്റം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തറനിരപ്പിൽ നിന്ന് എത്ര ഉയരെയായിരിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ഒന്നുകൂടി നന്നായിട്ട് വായിച്ചു നോക്കി. ചോദ്യം വായിച്ചു കേട്ടോ. ഇതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് ചിന്തിക്കുക. ഗ്രൗണ്ട് ലെവലാണ് ഇപ്പം ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ലെവൽ ഓക്കെ. അതിലിതാ ചുവര്, ഒരു വോൾ. അതിനെയാണ് നമ്മളുടെ കോണി ചാരി വെച്ച്. ഇതാ കോണി ചാരി വെച്ച്. ഇനി ചോദ്യത്തിൽ എന്താ പറയണത്? അതിൻ്റെ ഫുട്ട് ഭാഗം ചുവരിൽ നിന്ന്, ഇതാണ് ചുവര്, അതിൻ്റെ താഴ്ഭാഗം, അതായത് കോണിയുടെ താഴ്ഭാഗം, അതായത് ഈ ഭാഗം ഇവിടെ നിന്ന് 2 മീറ്റർ അകലെയാണ്. 2 മീറ്റർ അകലെയാണ്, അത്രയും അറിയാം. ആംഗിൾ വിത്ത് ദ ഫ്ലോർ, അതായത് ഫ്ലോറുമായിട്ട് ഈ കോണി തറയുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് 40 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് 40 ഡിഗ്രിയാണ് എന്നുള്ള കാര്യവും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കോണിയുടെ മുകൾ ഭാഗം പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ വോൾ അല്ലെങ്കിൽ ചുവരെന്ന് പറയുന്നത് നേരെ നിൽക്കുന്ന ചുവരാണെന്ന് കരുതുക. അങ്ങനെ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 90 ഡിഗ്രി വരുള്ളൂ. ഇത് എ ആണെന്ന് കരുതുക, ഇത് ബി ആണെന്ന് കരുതുക, ഇത് സി ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടി വരിക? ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ കാര്യം അല്ലേ? നോക്കി, എ ബി സി ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, മട്ടത്രികോണല്ലേ? അതെ. അതിലൊരു കോണിൻ്റെ അളവ് 40 ഡിഗ്രി തന്നിട്ടില്ലേ? ഉവ്വ്. ഒരു വശത്തിൻ്റെ നീളം 2 മീറ്റർ തന്നിട്ടില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? ഉവ്വ, സാധിക്കും. വേഗം ചെയ്തു.
എന്താ ഈ സംഭവം? എ ബിയുടെ ലെങ്ത് എത്രയായി? 1.678 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.68. രണ്ട് സ്ഥാനത്തിന് ശരിയായിട്ട് എഴുതുന്നു. 1.68 മീറ്റർ അല്ലേ? എ ബിയുടെ ലെങ്ത് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. 1.68 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എ ബിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ? the top end of the ladder is at a height of height equal to height equal to ഉയരം സമം എന്ന് എഴുതിയാലും മതി കേട്ടോ. ഉയരം സമം 1.68 മീറ്റർ ഇത് എഴുതിയാലും മതി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് ശരിയായി നോക്കി, എല്ലാവരും ചെയ്തിട്ട് അത് ഓക്കെയാണെന്ന് നോക്കി. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കി. നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ബോർഡിലേക്ക് നോക്കുക. അതോ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് അല്ലെങ്കിൽ തകരാറ് സംഭവിച്ചത് എന്ന് നോക്കുക. അത് കറക്റ്റ് ചെയ്യാം. എങ്ങനെയാണ് ആ തകരാറ് വന്നത് എന്ന് തിരിച്ചറിയുക. അത് വീണ്ടും വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ അല്ലേ? ശരി, എല്ലാവരും എഴുതി അല്ലേ? ഇനി പേജ് നമ്പർ 117 അഞ്ചാമത്തെ ചോദ്യം എഴുതും. അഞ്ചാമത്തെ ചോദ്യം എഴുതുന്നത് കേട്ടോ. വേഗം ഓക്കെ, എല്ലാവരും ചോദ്യം എഴുതിയാലോ? ഇനി പറയുന്നത് ശ്രദ്ധിക്കട്ടോ. എന്താണ് ചോദ്യത്തിൽ പറയുന്നത് നോക്ക്. വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിൻ്റെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ദ ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്, ആ വരയുടെ, ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് തന്നിരിക്കുന്നത്, ആ വരയുടെ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ആ സൈഡിൻ്റെ രണ്ട് ഭാഗത്തുള്ള ആംഗിളുകൾ 40 ഡിഗ്രിയും 65 ഡിഗ്രിയുമാണ്. 40 ഡിഗ്രിയും 65 ഡിഗ്രിയുമാണ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ആ ത്രികോണത്തിൻ്റെ, ആ ട്രയാങ്കിളിൻ്റെ എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും? ഏരിയ, അല്ലെങ്കിൽ എന്താ പറയുക, പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് അടുത്ത നമ്മുടെ ചോദ്യം വരുന്നത്. എന്താണ് പറയുന്നത്? ഒരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നമ്മുടെ കയ്യിലുണ്ട്. എത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട്? 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് നമുക്ക് തന്നിരിക്കുന്നു. ആൻഡ് ആംഗിൾസ്, ഇനി ഈ രണ്ട് ആംഗിളുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ട്രയാങ്കിളാണ്. ഓക്കെ, ഇത് എത്ര ഡിഗ്രിയാണെന്ന് കരുതുക? ഇത് 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 65 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 45 ഡിഗ്രി, 40 ഡിഗ്രിയും 65 ഡിഗ്രിയും, അങ്ങനെ രണ്ട് കോണുകളുടെ അളവുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ വേണമെങ്കിൽ ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും ഇതിനെ സി എന്നും നമ്മൾ വിളിക്കുന്നു. ഇനി എന്താ പറയണത്? കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇതുപോലെയുള്ള കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ചിത്രത്തിൻ്റെ താഴെ എഴുതി ഏരിയയാണ്, പരപ്പളവാണ് കണ്ടെത്തേണ്ടത് അല്ലേ? ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ഫോർമുല? എന്താ? ട്രയാങ്കിളിൻ്റെ ഹാഫ് ബി എച്ച് ആണ്. എന്താ വേണ്ടത്? ബി വേണം. അതായത് എ ബിയുടെ ലെങ്ത്, അതാണ് ബി എന്ന് പറയുന്നത്. എ ബിയുടെ ലെങ്ത് നമുക്ക് വേണം. എ ബിയുടെ ലെങ്ത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ഇനി എന്താ വേണ്ടത്? എച്ച് വേണം. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് എച്ച് എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ ഡി എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ എച്ച്, ഇതാണ് നമ്മുടെ ഹൈറ്റ് എച്ച്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സി ഡിയുടെ ലെങ്ത് നമുക്ക് കിട്ടിയിട്ടില്ല, അത് കണ്ടുപിടിക്കണം.
അത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ എന്താ പറയുക പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനിപ്പോൾ എന്താ കുഴപ്പം? സി ഡി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സി ഡി കണ്ടുപിടിക്കണമെങ്കിൽ സി ഡി ഉൾപ്പെടുന്ന ഒരു ട്രയാങ്കിൾ വേണം. എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതാ ഇവിടെയുണ്ട്. എ ഡി സി ഉണ്ട്. ഒരു ആംഗിൾ വേണം. ഒരു ആംഗിൾ 40 ഡിഗ്രി ആയിട്ട് കിട്ടിയിരിക്കുന്നു. ഒരു സൈഡ് വേണം. എ സി ഉണ്ടാ? ഇല്ല. എ ഡി ഉണ്ടാ? ഇല്ല. സി ഡി ഉണ്ടാ? ഇല്ല. ഒരു സൈഡ് ഇല്ല. എന്നാ ശരി, ഇവിടെ 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പകുതി ആവണമെന്നില്ല. നോക്കാം നമുക്ക്. ഇത് 40, ഇത് 65 വരെ. അപ്പോൾ എത്രയും 105 ഡിഗ്രിയാണ്. അപ്പോൾ 180 നിന്ന് 105 നമ്മൾ കുറയ്ക്കുമ്പോൾ 75 ഡിഗ്രി എന്നാണ് ഇവിടെ കിട്ടുക. അപ്പോൾ രണ്ട് കോണുകൾ തുല്യമല്ല. അപ്പോൾ ഇത് സമപാർശ്വ ത്രികോണമല്ല, ഐസോസ്ലെസ് അല്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഇല്ല. അത് കുഴപ്പമില്ല, നമുക്ക് ഇപ്പുറത്തേക്ക് പോകാം. അവിടെ അത് ഇതേ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ എക്സ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്താ വരിക? 6 - x തിരിച്ചെഴുതരുത്. ആകെയുള്ളതിൽ നിന്ന് ഇതിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ 6 - x ഇത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇങ്ങനെ വന്നിട്ടുള്ള കണക്കുകൾ നമ്മൾ ഓരോ സെറ്റിലും ഓരോ കണക്കെങ്കിലും വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ചിത്രം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ, മനസ്സിലായോ എന്ന് നോക്കി, ക്ലിയർ ആണോ എന്ന് നോക്കി. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ നോക്കി, മനസ്സിലായോ നോക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റൈറ്റ് ട്രയാങ്കിൾ തന്നെത്താൻ ചെയ്തോളൂ കേട്ടോ. തന്നെത്താൻ ചെയ്യുക. എന്നിട്ട് ബോർഡിലേക്ക് നോക്കി ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പകർത്തിയിട്ട് കാര്യം. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ എടുത്തു. അതിൽ ലെഫ്റ്റ് ADB X AD സമം X ആയ ADയുടെ നിലത്ത് നമ്മൾ X ആണ് എന്ന് നമ്മൾ കരുതുന്നു. ഏത് ട്രയാങ്കിളാണ്? ഈ ട്രയാങ്കിളാണ് ആദ്യം. ഓക്കെ, നമ്മൾ ആദ്യം ഈ ട്രയാങ്കിളിനെ നമ്മൾ പരിഗണിക്കുന്നു. ഈ ട്രയാങ്കിളിൽ A, ഇത് B, ഇത് D, ഇത് C. ഇത് എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് നമ്മൾ എത്രയാണ് കരുതിയിരിക്കുന്നത്? X ആണ്. ശരി, എന്ത്? ഇതിനനുസരിച്ച് ഇവനാണ് നമ്മളുടെ എതിർവശം, അല്ലെങ്കിൽ എന്താ പറയുക, ഇവനാണ് നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡ്. ഇതിനെ സംബന്ധിച്ച് ഇവനാണ് നമ്മളുടെ സമീപവശം, അതായത് നമ്മളുടെ അഡ്ജസൻറ്റ് സൈഡ്. ഇവർ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ എടുക്കേണ്ടത്. എന്ത് ബന്ധം തമ്മിലുള്ളത്? എതിർവശവും അതുപോലെ തന്നെ സമീപവശവും തമ്മിലുള്ളൊരു ബന്ധമാണ് നമ്മൾ എടുക്കേണ്ടത്. എതിർവശവും സമീപവശവും, അതായത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇങ്ങനെ വരുമ്പോൾ എന്താ വരിക? ഇവിടെ ടാൻ വരും. എത്ര ഡിഗ്രി വരും? ടാൻ 40 ഡിഗ്രി. ശരി, ഇതിൽ എതിർവശത്തിലെ വരുന്നത്, എതിർവശയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാ? CD ഡിവൈഡഡ് ബൈ സമീപവശത്തിലെ വരുന്നത് AD ഈക്വൽ ടു ടാൻ 40 ഡിഗ്രി. ഓക്കെ, അതിൽ CD നമുക്ക് അറിയില്ല. അപ്പോൾ CD ബൈ AD നമ്മളതിനെ X എന്നാണ് കരുതിയിരിക്കുന്നത്. ഈക്വൽ ടു ടാൻ 40. ടാൻ 40ൻ്റെ വില എത്രയാണ്? 0.8391. 0.8391. അതാണ് അതിൻ്റെ വില. അതായത് CD സമം 0.8391. ഇതിങ്ങനെ കിടക്കുമ്പോൾ X. ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ഇപ്പോൾ നമ്മൾ CD ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ എടുത്തിട്ട് അവിടെ അത് CD ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് ആ ട്രയാങ്കിൾ വേണമെങ്കിൽ വരച്ച പുറത്തേക്ക് എടുത്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ആ ചിത്രത്തിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. C, ഇത് D, ഇത് B. ഇതെത്രയാ? 6 - x. ഇതെത്ര ഡിഗ്രിയാണത്?
ഇത് 65 ഡിഗ്രി. ഇതെത്രയാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ശരി, നമുക്ക് നോക്കി നോക്കാം. ഇതിനെ സംബന്ധിച്ച് ഇവനാണ് എതിർവശം, അല്ലെങ്കിൽ എന്താ പറയുക, ഓപ്പോസിറ്റ് സൈഡ്. ഇവനാണ് നമ്മുടെ സമീപവശം, അല്ലെങ്കിൽ എന്താ പറയുക, അഡ്ജസന്റ് സൈഡ്. ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾ എടുക്കുക അല്ലേ. ഇനി റൈറ്റ് ട്രയാങ്കിൾ CDB, മട്ടത്രികോണം CDB എന്ന് പറയുന്ന മട്ടത്രികോണത്തിനകത്ത് എന്ത് എതിർവശവും സമീപവശമാണ് അല്ലേ? അതായത് എതിർവശം ബൈ സമീപവശം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ടാൻ എന്ന് പറയുന്നത്. ടാൻ എത്ര ഡിഗ്രി? അവിടെ 65 ഡിഗ്രിയാണ്. എതിർവശത്തിൻ്റെ പേര് എന്താണ്? അവരുടെ പേര് CD. എതിർവശത്തിൻ്റെ പേര് CD ബൈ സമീപവശത്തിൻ്റെ പേര് എന്താണ്? അതായത് DB ഈക്വൽ ടു ടാൻ 65 ഡിഗ്രി. ഇത്രത്തോളം എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് എഴുതണം, നിങ്ങൾ നേരെ എഴുതണം, താഴേക്ക് എഴുതണം. CD ബൈ DBയുടെ വില 6 മൈനസ് എക്സ് ഈക്വൽ ടു ടാൻ 65ൻ്റെ വില നമുക്ക് വേണം. ടാൻ 65 2.1445 2.1445. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CD ഈക്വൽ ടു എന്താ വരിക? 2.1445 ഇൻറ്റു 6 മൈനസ് എക്സ്, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇപ്പം നമ്മുടെ കൈവശം 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 2 ഇക്വേഷൻസും പറഞ്ഞത് മനസ്സിലായാലും നോക്കി. ആ 2 ഇക്വേഷൻസ് പറഞ്ഞത് ഓക്കെ ആണോ എന്ന് നോക്കി. നിങ്ങൾ എഴുതിയത് ഒന്ന് ചെക്ക് ചെയ്യും, എഴുതിയത് ചെക്ക് ചെയ്യുക. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ചിത്രം വരയ്ക്കുക. ആദ്യം തന്നെ ചിത്രത്തിന്റെ കാര്യമാണ് നോക്കേണ്ടത്, അറിയാലോ. ഇത്രത്തോളം എത്തിയില്ലേ? നമുക്ക് വായിക്കാം അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ എന്താ? CD ഈക്വൽ ടു 0.8391x. ഞാൻ അതിനെ 84x എന്നാക്കി മാറ്റുന്നു. CD ഈക്വൽ ടു ഇതുപോലെ തന്നെ രണ്ടാമത്തേത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തെ ഇക്വേഷന് CD ഈക്വൽ ടു ഇത് 1.1445 എന്ന് പറയുമ്പോൾ 2.14 ഇൻറ്റു 6 മൈനസ് എക്സ്, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ 2 ഇക്വേഷൻസിലും CD ഈക്വൽ ടു എന്നാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? 2 ഇക്വേഷൻസിലും CD. അപ്പോൾ നമ്മൾ പറയും ഫ്രം ഇക്വേഷൻസ് 1 and 2 അല്ലേ? ഫ്രം
ഇക്വേഷൻസ് 1 and 2, അതായത് 1, 2 എന്നീ സമവാക്യങ്ങളിൽ നിന്നും ഇടത് ഭാഗങ്ങൾ തുല്യമാകുമ്പോൾ വലത് ഭാഗങ്ങൾ തുല്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ? അതായത് 0.84 എക്സ് ഈക്വൽ ടു 2.14 ഇൻറ്റു 6 മൈനസ് എക്സ്, അതായത് 0.84 എക്സ് സമം ഇതിന് കൊണ്ട് കുടിക്കണം നമുക്ക് 6 4 24 4 ബാക്കി 2 6 2 8 6 2 12. അപ്പോൾ എന്തായി 12.84 മൈനസ് ഇനി ഇതുകൊണ്ട് ഇതിനെ കുടിക്കണം. അപ്പോൾ 2.14 എക്സ് എന്ന് കിട്ടിയിട്ടുണ്ടാകും. ശരിയല്ലേ? ഈ സമത്തിൻ്റെ ഇവിടെയും എക്സ് ഉണ്ട്, അവിടെ എക്സ് ഉണ്ട്. എക്സുകളെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 0.84 എക്സ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കിടക്കുന്നുണ്ടാവുക പ്ലസ് 2.14 എക്സ് സമം 12.84. ഇനി ഇത് തമ്മിൽ കൂട്ടുക. ഏത് തമ്മിൽ? 2.14 അതുപോലെ തന്നെ 0.84 കൂടി കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ 2.98 എന്ന് നമുക്ക് കിട്ടും. രണ്ടും കൂടി കൂട്ടി വയ്ക്കുമ്പോൾ 2.98 എക്സ് സമം 12.84 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ എക്സ് സമം അല്ലേ? എക്സ് സമം എന്താ വരിക? 12.84 ഡിവൈഡഡ് ബൈ 2.98. പോയിന്റ് കളയാൻ താഴെ പോയിന്റ് കളയാൻ 100 കൊണ്ട് കുടിക്കുക. പഴയ പോലെ മുകളിൽ 100 കൊണ്ട് കുടിക്കുക. അങ്ങനെ വരുമ്പോൾ മുകളിൽ ഉണ്ടാവുക 1284 ബൈ താഴെ 298 അല്ലേ? ഇത് നമ്മൾ സാധാരണ പോലെ നമ്മൾ ഹരിക്കണം. അപ്പോൾ 1284 എന്തുകൊണ്ടാണ് ഹരിക്കേണ്ടത്? 298 കൊണ്ട് ഹരിക്കണം. 298 എന്ന് പറയുമ്പോൾ 300ൻ്റെ അടുത്തല്ലേ? അപ്പോൾ അത് 300 കരുതുക. 300 1200 എത്ര പോവും? 3 12 എത്രയാണ്? 4 പ്രാവശ്യം. അപ്പോൾ 4 പ്രാവശ്യം തന്നെ ഗുണിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും കേട്ടോ. 8 4 32 2 ബാക്കി 3 9 4 36 3 39 9 ബാക്കി 3 4 8 3 13. ഇവിടെ 2 കിട്ടി, ഇവിടെ 9 92 ബാക്കി. ഇല്ലാത്തൊരു 0 ചേർത്ത് കൊടുക്കുമ്പോൾ പോയിന്റ് ചേർത്ത് കൊടുക്കും. അപ്പോൾ 298 എന്ന് പറഞ്ഞാൽ 300ൻ്റെ അടുത്തല്ലേ? 902 പ്രാവശ്യം പോകുമ്പോൾ 3 പ്രാവശ്യം. 8 3 24 4 ബാക്കി 2 22 21 ബാക്കി 2 6 2 8. ഇനി നോക്കേണ്ട കാര്യമില്ല. എക്സിൻ്റെ വില നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. 4.3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നു എക്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇതാണിപ്പോൾ നമുക്ക് കിട്ടിയത്. എ ഡിയുടെ വിലയാണ് നമുക്ക് കിട്ടിയത്. അത് 4.3 സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു വെച്ച് ഈ ഹരണമൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. ഹരണം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി? എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ എക്സിൻ്റെ വില കണ്ടെത്തി കഴിഞ്ഞു. എക്സിൻ്റെ വില 4.3 അല്ലേ? അതായത് എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ്?
എക്സിന്റെ വില കൊണ്ടുപോയിട്ട് നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ ലക്ഷ്യം CD കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. CD. അപ്പോൾ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് CD കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വിലയായിട്ടുള്ള 4.13 അല്ലേ? എക്സിന്റെ വില 4.13 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? 4.13 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പൊ എക്സിന്റെ വിലയായിട്ടുള്ള 4.3 അല്ലേ? 4.3 എക്സിന്റെ വിലയായിട്ടുള്ള 4.3 എന്ന് പറയുന്നത് എന്ത് ചെയ്യാം എന്നത് ഒന്നാമത്തെ സമവാക്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആരോപിക്കുന്നു. ഒന്നാമത്തെ സമവാക്യത്തിൽ നമ്മൾ ആരോപിക്കുന്നു. അങ്ങനെ ആരോപിച്ചാൽ എന്തുണ്ടാവുക? CD ഈക്വൽ ടു 0.84x, അതായത് 0.84 ഇൻറ്റു 4.3. ഇത് തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? CD-യുടെ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവരും ഇതുവരെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇത് ഗുണിച്ച് CD-യുടെ വിലയെന്ന് കണ്ടുപിടിച്ച്, ഇത് ഗുണിച്ച് CD-യുടെ വില കണ്ടുപിടിക്കുക. മുപ്പത്തിയാറ് 3 സ്ഥാനം മാറ്റണം അല്ലേ? 3 സ്ഥാനം മാറ്റാനുണ്ട്. അപ്പം 3.61 എന്ന് കിട്ടും നമുക്ക് CD-യുടെ ലെങ്ത്. CD-യുടെ ലെങ്ത് കിട്ടിയാൽ നമ്മളുടെ എന്താ ആവശ്യപ്പെട്ടിരുന്നത്? ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പരപ്പളവ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. നമ്മൾ ഏരിയയിലേക്ക് വരുന്നു, പരപ്പളവിലേക്ക് നമ്മൾ വരുന്നു. പരപ്പളവ് സമം ഹാഫ് BH. നേരത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കണക്കാൻ ചെയ്തു കേട്ടോ. ബി ആരാണ്? ബി എന്ന് പറഞ്ഞാൽ അത് AB-യുടെ ലെങ്ത് ആണ്. AB എത്രയാണ്? അത് 6 സെന്റിമീറ്റർ ആണ്. എച്ച് അല്ലേ? എച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ്, അതായത് CD അത് എത്രയാണ്? 3.61 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ അല്ലെങ്കിൽ എന്താ പറയുക? പരപ്പളവ് സമം അല്ലേ? അര ഇൻറ്റു ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 3.61. ഇതിന് കൃത്യമായിട്ട് 3 പ്രാവശ്യം. അപ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു ഇങ്ങനെ അല്ലേ? ഗുണിക്കാം നമുക്ക്. 3 18 8 ബാക്കി 1 10.83 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. എത്തിയോ നോക്കിയല്ലോ? ചോദ്യം കണ്ടപ്പോൾ അത്രയ്ക്ക് കുഴപ്പമായിരുന്നില്ല അല്ലേ? കുറേ ചെയ്യാനാണ്. പക്ഷെ മൊത്തം എല്ലാം കൂടി നോക്കരുത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കിയാൽ മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ അറിയാം. പല ഘട്ടങ്ങളിലൂടെ നമ്മൾ ചെയ്ത കണക്കുകളെല്ലാം കൂടി ഒരെണ്ണത്തിൽ കയറി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, വേഗാവട്ടെ. ഹോംവർക്കായിട്ട് തരാം. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഇൻ ട്രയാങ്കിൾ ABC, ആദ്യം ഇംഗ്ലീഷിലുള്ളവരെ, ഇൻ ട്രയാങ്കിൾ ABC, കോമ AB ഈക്വൽ ടു 6 സെന്റിമീറ്റർ, AB ഈക്വൽ ടു 6 സെന്റിമീറ്റർ, കോമ BC ഈക്വൽ ടു 7 സെന്റിമീറ്റർ, BC ഈക്വൽ ടു 7 സെന്റിമീറ്റർ, കോമ AC ഈക്വൽ ടു 8 സെന്റിമീറ്റർ, കോമ ആംഗിൾ A ഈക്വൽ ടു 50 ഡിഗ്രി,
ആംഗിൾ എ ഈക്വൽ ടു 50 ഡിഗ്രി. ഡിഗ്രി കേട്ടാ. എ ചോദ്യം. വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സി ടു എ ബി? വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സി ടു ടി ഒ എ ബി? സിയിൽ നിന്ന് എ ബിയിലേക്ക്. സി ടു ടി ഒ ട്ടാ, എ ബി. ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. Find the area of the triangle. ഈ മലയാളത്തിലുള്ളവർ എഴുതുക. ത്രികോണം എ ബി സിയിൽ എ ബി സമം 6 സെന്റിമീറ്റർ. എ ബി സമം 6 സെന്റിമീറ്റർ. ബി സി സമം 7 സെന്റിമീറ്റർ. എ സി സമം 8 സെന്റിമീറ്റർ. എ സി സമം 8 സെന്റിമീറ്റർ. കോൺ എ സമം 50 ഡിഗ്രി. കോൺ എ സമം 50 ഡിഗ്രി. എ ചോദ്യം എഴുതുക. സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ലംബദൂരം എത്രയാണ്? ബി ചോദ്യം. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? ഓക്കെ. ഒരു ചോദ്യം കൂടി. ശ്രദ്ധയോടെ ചോദ്യം വായിച്ചു നോക്കുക. ചിത്രമൊക്കെ വരയ്ക്കുക. തന്നെ ചെയ്യാം. ബി ചോദ്യം. അല്ല, ഒരു ചോദ്യം കൂടി. രണ്ടാമത്തെ ചോദ്യം. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ if കോൺ പി സമം 40 ഡിഗ്രി, കോൺ പി ഈക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ പി ഈക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ ക്യൂ ഈക്വൽ ടു 90 ഡിഗ്രി, and PQ equal to 12 centimeter, find QR. ഇനി മലയാളത്തിലുള്ളവർ എഴുതിക്കോ. ത്രികോണം പി ക്യു ആറിൽ കോൺ പി സമം 40 ഡിഗ്രി, കോൺ ക്യൂ സമം 90 ഡിഗ്രി, പി ക്യു സമം 12 സെന്റിമീറ്റർ, ക്യു ആറിന്റെ നീളം കാണുക. എല്ലാവരും ചോദ്യം എഴുതിയില്ലേ? നന്നായിട്ട് വായിച്ചു നോക്കി, ചിത്രമൊക്കെ വരച്ച് നന്നായിട്ട് ചെയ്ത് ആൻസർ എനിക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ശരി.